Jesus said, unless you bind the strong man, you cannot take the plunder. ബലവാനെ പിടിച്ചു കെട്ടാതെ എങ്ങനെ അവന്റെ കോപ്പ് കവർന്നു കളവാൻ കഴിയും? You don't have to have strength to have the bind the strong man. ആ കെട്ടുകളെ അഴിക്കാൻ നിങ്ങളുടെ ശക്തിയുടെ ആവശ്യമില്ല. You have a greater strength inside of you. എന്നാൽ നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ ശക്തിയല്ല, ദൈവത്തിന്റെ മുഴുവൻ ബലവും നിങ്ങളുടെ അകത്ത് ദൈവം പകർന്നു വെച്ചിരിക്കുക. When the Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you will receive power. ശക്തി ലഭിക്കുമെന്നാ പറയുന്നത്. You will have the ability. നിങ്ങൾക്ക് ദൈവത്തിന്റെ എബിലിറ്റി കിട്ടുമെന്ന് അതിന്റെ അർത്ഥം. That is why Jesus, when he said, "Go preach the gospel," he said, "I have all authority." അതുകൊണ്ടാണ് നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുവിൻ, ലോകമൊക്കെയും പോകുവിൻ എന്ന് പറഞ്ഞ തൊട്ടു മുമ്പ് യേശു പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. I am giving it to you. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. But an authority without power is useless. അധികാരം ശക്തി ഇല്ലാത്തിടത്തോളം അതിനൊന്നും ചെയ്യാൻ. There are many kings in Nigeria. They are called kings but have no authority. ഇന്ന് നൈജീരിയയിൽ രാജകുടുംബത്തിൽപ്പെട്ട പലരുണ്ട്. ഇന്ന് അവർക്ക് രാഷ്ട്രമില്ല, പേരിന് രാജാവാ, അധികാരമുണ്ട്, പക്ഷേ ശക്തിയില്ല. That is why when Jesus said, "I am giving you authority," then he said, "Wait till the power comes upon you." അതുകൊണ്ടാണ് യേശു ഞാൻ എൻ്റെ അധികാരം നിങ്ങൾക്ക് തരുമ്പോൾ തന്നെ ശക്തി പ്രാപിക്കാൻ എൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പറഞ്ഞു. Can you shout a hallelujah? ഹല്ലേലൂയ പറഞ്ഞോട്ടെ.